പ്രവാചകന്റെ ജീവിതം മാതൃകയാണ്. എങ്ങനെ? പ്രവാചകൻ എന്ന നിലയിൽ മാത്രമല്ല, പ്രവാചകൻ മാതൃകാ പുരുഷനാവുന്നത് ഒറ്റ കാരണം കൊണ്ട് മാത്രം. നിങ്ങൾ വെറും ഒരു രാഷ്ട്രതന്ത്രജ്ഞൻ എന്ന രീതിയിൽ മാത്രം വിചാരിച്ചു നോക്കൂ. ഒരു ഭരണാധികാരി, പ്രവാചകനിലെ ഭരണാധികാരിയെ ശരിക്കും മനസ്സിലാക്കണമെങ്കിൽ ആദ്യം എനിക്ക് ഏറ്റവും കൗതുകത്തോടു കൂടി തോന്നിയുള്ള കാര്യം, മക്കയിൽ നിന്ന് മദീനയിലേക്കുള്ള പലായനം കഴിഞ്ഞു. അവിടെയുള്ള ആളുകൾ പ്രവാചകനെ വളരെ ഊഷ്മളതയോട് സ്വീകരിക്കുന്നു. അവിടെ അപ്പോഴും രണ്ട് ഉള്ള ആളുകളുണ്ട്. മക്കയിൽ നിന്ന് വന്നിട്ടുള്ള മുസ്ലിങ്ങളുണ്ട്, അവിടെയുള്ള യസ്രിബുകാർ ഉണ്ടല്ലോ. മദീന എന്ന് പറയുന്നത് അക്കാലത്ത് യസ്രിബ്. ആ യസ്രിബിലുള്ള ആളുകളും ഇവിടെ ചെന്നിട്ടുള്ള ആളുകളുണ്ട്. ഇവർ തമ്മിലുള്ള ഒരു ഐക്യം ഉണ്ടാക്കിയെടുക്കുക, അതാണ് സത്യത്തിൽ സാഹോദര്യത്തിന്റെ മതം എന്നൊക്കെ ഇസ്ലാമിനെ കുറിച്ച് പറയണമെങ്കിൽ പറയുന്നത് ഇതുകൊണ്ടാണ്. പ്രവാചകൻ ആദ്യം ചെയ്തത് ഐക്യമുണ്ടാവാത്തടത്ത് ഒരിക്കൽ പോലും പിന്നെ മുന്നോട്ടേക്ക് പോകാൻ പറ്റില്ല. ഇപ്പൊ നമ്മുടെ നാടൊക്കെ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഐക്യമില്ലാതാക്കിക്കൊണ്ട്, ഐക്യമുണ്ടായിരുന്ന ഒരു നാടിനെ ഐക്യമില്ലാതാക്കി മാറ്റുകയാണ്. അപ്പോഴാണ് തർക്കങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായി വരിക. ഇവിടെ പ്രവാചകൻ ആദ്യം ചെയ്തത് യസ്രിബിൽ ഇവരെ തമ്മിൽ സാഹോദര്യത്തിലേക്ക് കൊണ്ടുവരുന്നു. രണ്ടു വിഭാഗങ്ങളെ തമ്മിൽ സാഹോദര്യത്തിലേക്ക് കൊണ്ടുവന്നിട്ട് ഐക്യപ്പെടുത്തുന്നു. അവിടെ ഒരു ഭരണഘടന, ഇന്ത്യയുടെ ഭരണഘടന ഒക്കെ ഉണ്ടാക്കാൻ എത്ര കാലത്തെ തർക്കങ്ങളും പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട് അറിയാം. അവസാനം അതെല്ലാം കൂടി ഫൈനലൈസ് ചെയ്യപ്പെടുന്ന 1950-ലാണ്. സ്വാതന്ത്ര്യം കിട്ടി പിന്നെ 3 വർഷം കഴിഞ്ഞിട്ടാണല്ലോ. പ്രവാചകൻ അവിടെ അങ്ങനെയൊന്നും കാലങ്ങളായിട്ടില്ല. പ്രവാചകൻ കൃത്യമായൊരു ഭരണഘടന ഉണ്ടാക്കുക, അവിടുത്തെ സിസ്റ്റം, ഭരണ സംവിധാനം ഉണ്ടാക്കിയെടുക്കുക. അതാണ് പ്രവാചകന്റെ ഒരു മാതൃകാ പുരുഷത്വം. ഒരു ഭരണാധികാരി എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുപോവുക. നമ്മുടെ നാട്ടിലെ ആളുകളൊക്കെ ശ്രദ്ധിക്കേണ്ടത് പരസ്പരം കലഹിപ്പിക്കുന്ന രൂപത്തിൽ കൊണ്ടുപോകാനല്ല, പരസ്പരം യോജിക്കുന്ന രൂപത്തിൽ രഞ്ജിപ്പോടുകൂടി കൊണ്ടുപോകാൻ ശ്രമിച്ചുള്ളതാണ് അദ്ദേഹത്തിന്റെ ഒരു പ്രത്യേകത.